ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും. ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ തൊഴാൻ പോവാണ്. എല്ലാ മാസവും നമ്മൾ പോണതാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഗുരുവായൂർ തൊഴാൻ പോവാട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. അമ്മ ദേ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അമ്മയുടെ ആവശ്യമാണ് എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴാന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെയും ആവശ്യമായി മാറി. പിന്നെ നമ്മളത് ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ മാസവും 1-ാം തീയതിയാണ് നമ്മൾ പോയി തൊഴാറ്. ഇതിപ്പോൾ ഇത്തിരി ലേറ്റായി. പിന്നെ ഇതാണ് നമ്മുടെ വിജയേട്ടനാണ് നമ്മുടെ എല്ലാ വാടകകളും എടുക്കണത്. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. അതായത് ചെറുതും വലുതുമായ എല്ലാ വാടകകളും എടുക്കുന്നത്, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ വിജയേട്ടനാട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ മഴയത്ത് ഇങ്ങനെ കാറിൽ പോകാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പാഞ്ചജന്യത്തിൻ്റെ അവിടെ കേട്ടോ. അവിടെ ആണെങ്കിൽ പാർക്കിംഗ് സ്ഥലമൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ച് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ തൊട്ടിപ്പുറത്താണ് പഴയിടം റെസ്റ്റോറൻറ്റ്. അവിടെ തന്നെ ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ പെയ്ത് തോർന്നുകൊണ്ടായിരിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് കർക്കിടക മാസമാണ്, പിന്നെ ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് അരങ്ങേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്. ഒരുപാട് പ്രോഗ്രാംസും സ്റ്റേജ് പ്രോഗ്രാംസും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ നടയിലും ഓരോ ഓഡിറ്റോറിയം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ മെയിൻ നടയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല, ഓരോ നടയിൽ ഇപ്പോൾ ഓഡിറ്റോറിയങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നുള്ള മെയിൻ പണിയാണ് മുല്ലപ്പൂ മേടിച്ച് ഞങ്ങൾ തലയിൽ വെക്കും. അത് ഒരു ഇതാണ്. പിന്നെ അമ്മതേ ഭഗവാനെ നേദിക്കാനായിട്ട് ഒരു പിടി അവിൽ മേടിക്കുകയാണ്. കാരണം എല്ലാ തവണയും നമ്മൾ എന്തെങ്കിലും ഒരു നേദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പുറത്തെ കടയിൽ നോക്കിയപ്പോൾ കുറേ വളകൾ. എനിക്കാണെങ്കിൽ കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗുരുവായൂരപ്പനൊക്കെ ഇങ്ങനെ നിരത്തി നല്ല ഭംഗിയിൽ വെച്ചേക്കാണ്. നെറ്റിപ്പട്ടങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നൊരു നെറ്റിപ്പട്ടം മേടിച്ചിട്ടുണ്ട് കേട്ടോ, റൂമിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ചെറിയൊരു കളിപ്പാട്ടം കേട്ടോ. കളിപ്പാട്ടമാണെന്ന് ഞാൻ ഭഗവാന് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഉണ്ണിക്കണ്ണനാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാനൊരു വീഡിയോയിൽ ഒരു അദ്ദേഹം പറയുന്ന കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ വെണ്ണ, നെയ്യ് ഇതൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കും. പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിലൊരു ഉണ്ണി ഇരിക്കുന്നുണ്ട്. ആ ഉണ്ണിക്ക് കളിപ്പാട്ടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ അമ്മമാർ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് ഇത്ര. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കൊടുത്തത്. അങ്ങനെ ഞങ്ങളൊക്കെ തൊഴുത് ഇറങ്ങി ഇപ്പോൾ നമ്മൾ വരുമ്പോൾ, ഗുരുവായൂർ പോയി വരുമ്പോൾ നമ്മൾ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും മേടിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കുറച്ചിങ്ങനെ ഭഗവാന്റെ വിഗ്രഹവും പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് പേർക്ക് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പഴയിടത്തിൽ നിന്ന് കഴിക്കലൊന്നും നടന്നില്ല കേട്ടോ. കടയൊക്കെ അടച്ചുപോയി. അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു ഹോട്ടലിൽ തപ്പിപ്പിടിച്ച് നമ്മൾ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.